ലൈൻ എടുത്തിട്ട് സ്റ്റെപ്പ് ഓൺ ആക്കാം, വെർട്ടെക്സ് ഓൺ ആക്കാം. ടോപ്പ് വരുന്നില്ല അവിടെ ലാബിലോ? ചെയ്യുക. മൊത്തത്തിൽ വെള്ളം അരച്ചു കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. അതിന് നമ്മൾ 300 കൊടുക്കുക. ഇവിടെ മോഡ് മൊത്തത്തിൽ വരച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലിന്ത് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ടോപ്പിൽ ഇട്ടിട്ട് നമ്മുടെ പ്ലിന്ത് ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും ലൈൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓഫ്സെറ്റ് ഇതിലെ ഓഫ്സെറ്റ് ഇല്ല, മറ്റേ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒരു ലൈൻ വരച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് പോലെ. നെഗറ്റീവ് കൊടുത്താൽ പുറത്തോട്ടേക്കും അല്ല ഉള്ളിലോട്ടും, പോസിറ്റീവ് കൊടുത്താൽ ഇങ്ങോട്ടും വരും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ജസ്റ്റ് ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കാം, ജോയിൻ ചെയ്യാം, ക്ലോസ് ചെയ്യാം. എന്നിട്ട് മോഡിഫൈ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് കൊടുക്കാം. ഇതിവിടെ വാല്യൂ എന്ന് പറയുന്നത് -45. നമുക്ക് താഴത്തോട്ടേക്കാണ് വേണ്ടത്. അപ്പോൾ -45 കൊടുക്കുക. ഇനി നമുക്ക് സൺഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് എലിവേഷൻ ഏതെങ്കിലും എലിവേഷൻ ഇട്ടിട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. കൺട്രോൾ V കൊടുക്കുക, കോപ്പി ചെയ്യുക. അതിന് നമുക്ക് ഷിഫ്റ്റ് പിടിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കൺട്രോൾ V കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും. ഇതിന് ഇൻസ്റ്റൻസ് അല്ല, കോപ്പി ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് മൂവ് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ മൂവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൾറെഡി ഇവിടെ 2 ഇതുണ്ട്, ഒരു കോപ്പി ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. എന്നിട്ട് ഈ മൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെഡിൻ്റെ വാല്യൂ നമ്മുടെ പ്ലിന്തറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഹൈറ്റ് 210 ഹൈറ്റ് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വരും. എന്നിട്ട് നമ്മളിവിടെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം പ്ലിന്തായിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ ഹൈറ്റ് 10 ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഉള്ളിലത്തെ നമുക്കിത് കട്ട് ചെയ്യും വേണം. പിന്നെ ഇതിന് ഈ ഒരു പുറത്തോട്ടേക്കുള്ള പ്രൊജക്ഷൻ കൂട്ടുകയും വേണം. അപ്പോൾ ആദ്യം ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എക്സ്ട്രൂഡ് ഓഫ് ആക്കുക. എന്നിട്ട് ലൈനിലെ എന്നിട്ട് നമ്മൾ ടോപ്പിലിട്ടിട്ട് ഇതാണ് നമ്മുടെ ലൈൻ. ഇപ്പോൾ എടുത്ത ലൈൻ ഇതാണ്. ഇതിനെ നമുക്ക് ഇതിപ്പോൾ വോളിൻ്റെ ഇതിനെ നമുക്ക് പുറത്തോട്ടേക്ക് ഒരു 60 അല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വോളിൽ നിന്ന് ഓൾറെഡി 10 മാറിയിട്ടാണ് ഈ ലൈൻ പോകുന്നത്. അപ്പോൾ പുറത്തോട്ടേക്ക് 50 ഔട്ട് ലൈൻ കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ ഈ
ലൈനിലെ ലൈൻ എടുക്കുക, ഇതിലെ സ്പ്ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്പ്ലൈനെ സെലക്ട് ചെയ്യുക. താഴെ പോയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഉണ്ട്. ഈ ഔട്ട്ലൈൻ പിക്ക് ചെയ്തിട്ട് ഇവിടെ വാല്യൂ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുക്കണോണ്ട് 50 കൊടുക്കുക. മുകളിൽ നിന്നാണെങ്കിൽ 60. ഇപ്പം ഇവിടെ നിന്ന് എടുക്കണോണ്ട് 50 കൊടുക്കുക. ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈന് ബോളിനോട് ചേർന്നിട്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഔട്ട്ലൈൻ -10 കൊടുക്കുക. സെലക്ട് ചെയ്യുക, -10 ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നടുക്കിലുള്ള ഈ ഒരു ലൈന് പ്ലസ് ലൈനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ചെയ്യാം. Ctrl+V കൊടുത്തിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ മൂവിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെഡിൻ്റെ വാല്യൂ എത്രയോ റൂട്ട് ഹൈറ്റ് 300 കൊടുക്കാം. ഓക്കെ, ഇവിടെ കോപ്പി ആയിട്ട് വരും. ഇങ്ങനെയാണ് വരിക. ഇതിന് നമുക്ക് പ്രൊജക്ഷൻ 10 മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കണം. സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് ഓഫ് ആക്കിയിട്ട് ഇവിടെ ലൈനിലെ സ്പ്ലൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ടോപ്പിലിട്ടിട്ട് ഈ ഒരു സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു 10 ഔട്ട്ലൈൻ കൊടുക്കുക. സെലക്ട് ചെയ്യുക, ഔട്ട്ലൈൻ 10. എന്നിട്ട് ഈ ഒരു ലൈനിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ എക്സ്ക്ലൂഷനിലേക്ക് ഇടാം. നമ്മുടെ 252. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പോർഷൻ്റെ റോളാണ് വന്നേക്കുന്നത്. നമുക്ക് പില്ലർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇവിടെ പില്ലർ കൊടുത്താൽ മതി. ഇനി പാരപ്പറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ടോപ്പിലിട്ടിട്ട് ഇതൊരു ബോർഡിൻ്റെ ടോപ്പിലിട്ടിട്ട് ഒരു 20 അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ബോൾ എടുത്തിട്ട് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ലൈൻ ഇട്ടിട്ട് അതിന് എക്സ്ക്ലൂഷൻ കൊടുത്താൽ മതി. ലൈൻ ഇട്ടിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ലൈൻ ഇട്ടു. ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ ഒരു മൈനസ് ഉള്ളിലോട്ടേക്ക് നമുക്ക് ആ ഒരു പാരപ്പറ്റിൻ്റെ വണ്ണിൻ്റെ തിക്നെസ് എത്രയാണോ അത് ആ ഒരു തിക്നെസ് ഒരു -12 കൊടുക്കാണ്. ഉള്ളിലോട്ട് വരും. എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഷൻ കൊടുക്കാം. എക്സ്ട്രൂഡിൻ്റെ വാല്യൂ ഹൈറ്റ് 90 കൊടുക്കും. പാരപ്പറ്റിൻ്റെ വാല്യൂ വന്നിട്ട് ഇങ്ങനെ വരച്ചു. ഇവിടെ നമുക്കൊരു പില്ലർ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോക്സ് യൂസ് ചെയ്തിട്ട്
ബോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിന് എക്സ്ട്രൂഡ് കൊടുത്താലും മതി. നമ്മൾ ടോപ്പിലിടുക. ഇവിടെയാണ് വരയ്ക്കുന്നെങ്കിൽ റെക്റ്റാങ്കിൾ എടുക്കുക. സൈസിനാണെന്നുണ്ടെങ്കിൽ പോയിട്ട് 24 എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ